ദേഷ്യം തോന്നാത്ത മനുഷ്യരുണ്ടോ? ചില നിമിഷങ്ങളിൽ ഒരുത്തിനെ ശരിയാക്കണമെന്ന്. പക്ഷേ കൊല്ലുക എന്ന് പറയുന്നത് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ മൂല്യബോധങ്ങളും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും. അപ്പം മനുഷ്യൻ വികാരത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യനെ ഉന്നതനാക്കുന്ന മനുഷ്യൻ വികാരം അനുസരിച്ച് ജീവിക്കുന്നവനല്ല. ഇപ്പം മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിന് തോന്നിയത് അങ്ങ് ചെയ്യും, മനുഷ്യനെ തോന്നിയത് ചെയ്യത്തില്ല. അവൻ്റെ സാമൂഹ്യ ബോധം, നിയമബോധം, പരമ്പരാടിയെ ചിന്തിക്കുക, ധാർമ്മിക ബോധം, ഇതൊക്കെ അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. ഈ ആത്മനിയന്ത്രണമാണ് മനുഷ്യനെ ഉയർന്ന ജീവിയാക്കുക. അല്ല അവൻ തോന്നിയ പോലെ ജീവിക്കണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ മനുഷ്യ കുലത്തെ താഴോട്ടത് എൻ്റെ ഫീലിംഗ് അനുസരിച്ച്, എൻ്റെ വികാരം അനുസരിച്ച്, എൻ്റെ സംതൃപ്തി അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ മറ്റു അപരനെ അതെങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. എൻ്റെ വികാരവും അത് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറിനെ തന്നെ അത് നഷ്ടപ്പെടുത്തുക. ഇതുപോലുള്ള അപകടങ്ങളെ കുറിച്ചൊന്നും ഈ ചിന്തിക്കുന്നവരെ പറയുന്നവരത് എങ്ങനെ അതിൻ്റെ ഇമ്പാക്റ്റ് ഹ്യൂമൻ കൾച്ചറിലും വ്യക്തികളിലും ഉണ്ടാക്കുന്നത് ചിന്തിക്കുന്നില്ല.